മാർഗരറ്റ് എന്ന പെൺകുട്ടി സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. തനിക്കൊരു ജോലി ലഭിക്കാതെ ഇനി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് മാർഗരറ്റിന് ബോധ്യമായി. അതോടുകൂടി മാർഗരറ്റ് ഒരു ജോലിക്കായി അത്യധികം ആഗ്രഹിച്ചു. ആ സമയത്ത് മാർഗരറ്റ് ഒരു പരസ്യം കാണുവാണ്. ഒരു ഫാക്ടറിയിൽ ഒരു ക്ലർക്കിന്റെ ഒഴിവുണ്ട്. ഒരു അപേക്ഷയൊക്കെ തയ്യാറാക്കി മാർഗരറ്റ് ആ ഓഫീസിലേക്ക് യാത്രയായി. അവർ കയറിയ ബസ്സിൽ തന്നെ ഒട്ടേറെ യുവതികൾ അപേക്ഷകളുമായിട്ട് ആ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരെ പോലെ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യാനുള്ള സാമ്പത്തികമായിട്ട് ചുറ്റുപാടൊന്നും മാർഗരറ്റിന് ഉണ്ടായിരുന്നില്ല. അതോടുകൂടി ആ ജോലി തനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഏകദേശം അസ്തമിച്ചു. എങ്കിലും മാർഗരറ്റ് യാത്ര തുടർന്നു. ഫാക്ടറിക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് നിന്ന സമയത്ത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അതിൽ മധ്യവയസ്കയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കാല് വഴുതി അവർ നിലത്തു വീണു. പക്ഷെ ആരും തന്നെ അവരെ ഒന്ന് പിടിച്ചുയർത്താനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം വേറെ ഒന്നും ആയിരുന്നില്ല, അവരെ സഹായിക്കാൻ നിന്നാൽ ഒരുപക്ഷെ കൃത്യസമയത്ത് ഓഫീസിൽ എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ മാർഗരറ്റ് അതൊന്നും ചിന്തിച്ചില്ല. മാർഗരറ്റ് പെട്ടെന്ന് തന്നെ വന്ന് ആ ലേഡിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പക്ഷെ ആ ലേഡിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ കൈക്കൊന്ന് പിടിക്കാമോ എന്ന് ആ സ്ത്രീ മാർഗരറ്റിനോട് ചോദിച്ചു. അങ്ങനെ മാർഗരറ്റ് ആ സ്ത്രീയുടെ കൈയും പിടിച്ച് ഒച്ചിഴിയുന്ന വേഗത്തിൽ ഓഫീസിലേക്ക് നടന്നുപോയി. മാർഗരറ്റ് ഓഫീസിലെത്തിയ സമയത്ത് മറ്റെല്ലാവരും അവരുടെ അപേക്ഷകളെല്ലാം കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്തായാലും തന്റെ ചാൻസ് നഷ്ടപ്പെട്ടെന്ന് ഏകദേശം മാർഗരറ്റ് ഉറപ്പിച്ചു. അപ്പോഴും മാർഗരറ്റിന്റെ മനസ്സിലേക്ക് വന്നത് മറ്റൊന്നുമായിരുന്നില്ല, മാർഗരറ്റിന്റെ അമ്മ മാർഗരറ്റിനോട് പറഞ്ഞ വാചകങ്ങളായിരുന്നു. മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ദയാപൂർവമായിട്ടുള്ള കരുതലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷണം. അങ്ങനെ മാർഗരറ്റ് തന്റെ അപേക്ഷ കൊടുത്തു. അങ്ങനെ അവസാനം ഇന്റർവ്യൂവിനായി മാർഗരറ്റിന്റെ പേരും വിളിച്ചു. മാർഗരറ്റ് അങ്ങനെ മാനേജറിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. മാനേജറിന്റെ ക്യാബിൻ തുറന്ന് അകത്ത് കയറിയ സമയത്ത് മാർഗരറ്റ് ഞെട്ടിപ്പോയി. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, അവിടെ മാനേജർ ആയിരുന്നത് ആ മധ്യവയസ്കയായ സ്ത്രീയായിരുന്നു. മാർഗരറ്റിനെ കണ്ട മാത്രയിൽ ആ ലേഡി പറഞ്ഞു, കുഞ്ഞെ, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ നോക്കുന്നത് അതിഥികളെ സ്വീകരിക്കുന്ന ഒരാളെയാണ്. അതിനുവേണ്ട എല്ലാ യോഗ്യതകളും നിനക്കുണ്ട്. അങ്ങനെ മാർഗരറ്റിന് ജോലി ലഭിക്കുകയാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മത്തിന്, അർപ്പിത മനസ്സോടുകൂടി ചെയ്യുന്ന ചെറിയ സേവനങ്ങൾക്കും ദൈവം നൽകുന്നത് വലിയ പ്രതിഫലങ്ങളാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.